ഭൂമി പര്യായം ധര ധരണി ധരിത്രി. ഇതാണ് ധരിത്രി ചേച്ചി. ചെമ്മീനരക്കൂല, ഇത് അരക്കുള്ളൂ. അതാണ് ഞാൻ ആലോചിച്ച് നിൽക്കുന്നത്. സരിത എപ്പോഴും പറയും ആ ചേട്ടൻ അയിലേ പോയി ഇയിലേ വരുമ്പോഴേക്ക് ഇത് കഴിയുന്നു. ചെമ്മീൻ ഇഷ്ടപ്പെടാത്തവര് പോലും കഴിക്കും. ഞാൻ തിന്നോളാം അല്ലെ. ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ച പോലെ കൃഷ്ണൻ രാധയെ സ്നേഹിച്ച പോലെ ഒരു പ്രത്യേക ശബ്ദമാണ്. അഷ്ടപതി പാട്ടുകൾ കേട്ടു ഞാൻ നിന്നപ്പോൾ അർത്ഥം വച്ചവരന്റെ കവിളിൽ നുള്ളി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞായറാഴ്ചയാണ്, അതിരാവിലെയാണ്. ഞങ്ങള് ചന്ദ്രാപിന്നി രാവിലെ 9 മണി കഴിഞ്ഞു. അതിരാവിലെ എന്ന് പറഞ്ഞ നല്ല കാലാവസ്ഥയാണ്. കാലത്ത് 9 മണിക്ക് ഞങ്ങൾ ചന്ദ്രാപിന്നിയില്ലേ, നമ്മുടെ തൃശ്ശൂര് എടമുട്ടം, തൃപ്രയാറ്, എടമുട്ടം, ചന്ദ്രാപിന്നി വീണ, കറിവേൾഡ്, അവരൊക്കെ വീടാണ് ചന്ദ്രാപിന്നി. അവരുടെ ബസ്സിൻ്റെ പേരുന്ന ഇവിടെ മെയിനായിട്ട് കുറേ ബസ്സുകൾ ഉണ്ടായിരുന്നില്ല. വീണാമോൾ. എൻ്റെ ചെറുപ്പകാലത്ത് വീണാമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സുകൾ ഈ വശത്തേക്ക് അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ ഒപ്പം തൃപ്രയാർ അമ്പലത്തിലേക്ക് ഇവിടേക്ക് വരുമ്പോൾ വീണാമോൾ ബസ്സുകൾ കാണാം. അത് ഈ വീണ കറിവേൾഡിൻ്റെ അവരെ വീടിൻ്റെ ആ വശത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ദരിദ്ര ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ദരിദ്ര ചേച്ചി പിന്നെ നിങ്ങൾ മറന്നു കാണാൻ വഴിയില്ല. അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു പേരല്ലല്ലോ ധരിത്രി. ഭൂമി പര്യായം ധര ധരണി ധരിത്രി. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ദരിദ്ര ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നേക്കാൻ നമ്മുടെ സബ്സ്ക്രൈബറാണ്. ഞങ്ങളൊരു 5 കൊല്ലം മുന്നൊക്കെ വന്നിട്ടുണ്ട്. കൊറോണയ്ക്ക് മുന്നേ രാജലക്ഷ്മി ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദരിദ്ര ചേച്ചി നമുക്ക് കട്ടണ്ടി അലുവയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാ. ഒരു സ്പെഷ്യൽ സാധനം, ഒരാൾ കണ്ടിട്ടില്ലാത്ത സാധനമാണ്. അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. ഇതൊക്കെ ദരിദ്ര ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കട്ടണ്ടി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. മാങ്ങിയില്ലേ നമ്മുടെ ഈ സാധാരണ മാങ്ങിയില്ല, അതിൻ്റെ അണ്ടി ഉള്ളിലത്തെ അണ്ടി എടുത്തിട്ട് പരിപ്പ് എടുത്തിട്ട് ഉണ്ടാക്കുന്ന സാധനം. അപ്പം നമ്മൾ ആളെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടാ. അപ്പം ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഭയങ്കര പാട്ടുകാരിയാ. ഒരു പ്രത്യേക ശബ്ദമാണ്. അതെ, നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വോയിസാ. പാട്ടുകളൊക്കെ പാടി എനിക്ക് ഇപ്പോഴും പണ്ടേ തൊട്ട് വാട്സപ്പിൽ ഇട്ട് തരാറുണ്ട്. നല്ല രസമായിട്ട് പാട്ട് പാടും. അപ്പോൾ ആളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണം, പാചകം ചെയ്യിപ്പിക്കണം. അതിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ വണ്ടിയൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ആളെ വിളിക്കാം. നമ്മൾ വീണ്ടെടുത്ത് വലിയ പറമ്പിൽ ശക്തിധരൻ, ധരിത്രി ശക്തിധരൻ എന്നാണ് ആളുടെ പേര്. ധരിത്രി ചേച്ചി ഞങ്ങൾ പറയും. ആളെ വീണ്ട മുന്നിൽ നോക്കി വെണ്ടക്കായൊക്കെ കൃഷി ചെയ്യണ്ട. വെണ്ട ഇത് കൃഷി ചെയ്യണല്ലേ. വെണ്ട, മത്തൻ, കിത്തൻ ഒക്കെ ഉണ്ട്. ഈ മറ്റേ എല്ലാ ദിവസവും വിളവെടുക്കണ പച്ചക്കറികളുടെ ഫോട്ടോ വീഡിയോ എനിക്ക് അയച്ചു തരും. എല്ലാ ദിവസവും. ഇന്നലെ അടക്കം അയച്ചു തന്നിട്ടുണ്ട്. മത്തങ്ങയും പടവലങ്ങയും സാധനങ്ങളൊക്കെ. ചൂടില്ല, വെയിലൊന്നുമില്ല, ഒരു മഴക്കാര് പോലത്തെ ഒരു അന്തരീക്ഷം. ധരിത്രി ചേച്ചി ഇവിടുന്ന് വന്നേ ഈ റോഡിലേക്ക്. റോട്ടിൽ നിർത്തി പാട്ട് പഠിപ്പിക്കാനാ? ഞങ്ങളിവിടെ റോട്ടിൽ നിൽക്കണം. ഇതാണ് ആ സംഭവം. ഇതാണ് ദരിദ്ര ചേച്ചി കേട്ടാ. ദരിദ്ര ചേച്ചിനെ അങ്ങോട്ട് പാട്ട് പഠിപ്പിക്കാനെ വിളിച്ചെങ്ങോട്ട്. ഇവിടെ നിന്നിട്ടാ പാടണ്ടേ ചേച്ചിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം. റോട്ടിൽ നിന്നിട്ട് പാടുമ്പോ ആൾക്ക് ചിലപ്പോ ഒരു സുഖം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നല്ല പാട്ടുകളൊക്കെ പഠിച്ചു വെച്ചോളൂന്ന്. ഏത് പാട്ടാ പാടാൻ പോണ ആദ്യം തന്നെ? എവിടെ വിളിച്ചണ്ട പഠിക്കും. അഷ്ടപതി പാട്ടുകൾ കേട്ടു ഞാൻ നിന്നപ്പോൾ അർത്ഥം വച്ചവരന്റെ കവിളിൽ നുള്ളി. അഷ്ടപതി പാട്ടുകൾ കേട്ടു ഞാൻ നിന്നപ്പോൾ അർത്ഥം വച്ചവരന്റെ കവിളിൽ നുള്ളി. അവരുടെ കഥകളിൽ ഞാനൊരു രാധയായി, അങ്ങന്റെ കായാമ്പൂവർണ്ണനായി. അവരുടെ കഥകളിൽ ഞാനൊരു രാധയായി, അങ്ങന്റെ കായാമ്പൂവർണ്ണനായി. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി.
ഞാൻ കൊറേ വട്ടം കേട്ടിട്ടുള്ള പാട്ടാ. എത്ര കാലായില്ലേ കാത്തിരിക്കണ ഇങ്ങനെ നോടാൻ. അങ്ങോട്ട് വരാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ, അല്ല, അവിടേക്ക് വന്ന് നോക്കിയിരുന്ന് വരലില്ല. ഇനിയിപ്പോ അതേ മറ്റന്നാള് ഞങ്ങളുടെ 10ാം ക്ലാസ്സുകാരുടെ കൂടിച്ചേരലാണ്. കൂടിച്ചേരെന്ന് വെച്ചാൽ യാത്രന് ആലപ്പുഴ ആ ഇവർക്ക് ബോട്ട് യാത്ര, ബോട്ട് യാത്ര. അല്ലേ 10ാം ക്ലാസ്സുകാരെ കഴിഞ്ഞ പോണില്ലാന്ന് പറഞ്ഞിരുന്നു. ഡിഗ്രിക്കാർ ഇനിയിപ്പോ ഞങ്ങളുടെ ഒന്നിച്ചൊരു ഷഷ്ടി പൂർത്തി എല്ലാവരുടെയും കൂടിയിട്ട് ഒന്നിച്ച് ആ പരിപാടി ഉണ്ട്. അങ്ങനെ എപ്പോഴും എൻഗേജാണ്. ഇപ്പൊ ചേട്ടനും വന്നു തുടങ്ങി. ചേട്ടൻ ഭയങ്കര മടിയായിരുന്നു അങ്ങനെ പോരാനായിട്ട്. ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ ഈ ബോട്ട് യാത്രക്ക് ശരണിക്കൊന്നും വരാൻ പറ്റില്ല, മൂപ്പർക്ക് വർക്കിംഗ് ഡേ ആണ്. എന്റെ മോള് ഇരട്ടകളാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാതെ വിശന്നിരിക്കണ്ട. വായോ നമുക്ക് അടുത്ത പരിപാടി. അപ്പൊ നമ്മള് ദരിദ്രി ചേച്ചിനോട് തുടങ്ങാനായിട്ട് പരിപാടി. ഇത് ചെമ്മീനാണ്. ചെമ്മീനോട്ടുള്ള സാധനമാണ് ചെയ്യുന്നത്. ചെമ്മീൻ മഞ്ഞളും ഉപ്പും മാത്രം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ക്ലീൻ ചെയ്തിട്ട് അത് ഒരു അത് പറയും. എന്തിട്ടാണ് ഉണ്ടാക്കാൻ പോണ സാധനത്തിന്റെ അതിന് പേരൊന്നൊന്നുമില്ല. നമ്മള് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അത് ഷേപ്പുകളും മാറാം, ടേസ്റ്റുകളും മാറൊക്കെ വരും. അതെ, നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരി ഉണ്ട്. പിന്നെ ഞങ്ങളുടെ 10ാം ക്ലാസ് ഗ്രൂപ്പ് എന്നാണ് തേനിലാവ് ഗ്രൂപ്പ്. അതില് ആഴ്ചയിൽ നളപാചകം, തേനിലാവ് ഞങ്ങളുടെ SSLC ഗ്രൂപ്പിന്റെ. അപ്പൊ അതില് ആഴ്ചയില് നളപാചകം ഉണ്ട്, അനുപല്ലവി ഉണ്ട്, ക്വിസ് ഉണ്ട്, അന്താക്ഷരി ഉണ്ട്, എൻസ്വര ഉണ്ട്, ഓർമ്മച്ചെപ്പ് ഉണ്ട്. അപ്പൊ അതിലത്തെ ചൊവ്വാഴ്ചകളത്തെ പരിപാടി നളപാചകം. അപ്പൊ അതില് ഓരോരുത്തരും ഇങ്ങനെ ഓരോ പാചകങ്ങൾ അവതരിപ്പിക്കും. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള ആളാണ് സുലേഖ. അവളുടെ മോളും മരുമോളും ഒക്കെ നല്ല ഷെഫുകളാണ്. അപ്പൊ അവളോട് പറഞ്ഞാൽ മതി ഇന്ന കാര്യം കൊണ്ട് എന്തൊട്ടാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവള് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു തരും. പിന്നെ 34 ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമില്ല. ബീട്രൂട്ട് എല്ലാത്തിലും ഉണ്ടാവും. ഇന്ത്യൻ കോഫി ഹൗസിലെ ബീട്രൂട്ട് എന്തെങ്കിലും ഉണ്ടാവും അവൾക്ക്. അതെ, അപ്പൊ അവള് ഇങ്ങനെ പലതും പറഞ്ഞു തരും. പിന്നെ അവരിടുന്നതൊക്കെ നമുക്ക് കിട്ടാം. അപ്പൊ നമുക്ക് കുറച്ച് മാറ്റങ്ങളും വരുത്താം. ചെയ്യുമ്പോ ഓരോന്ന് നമുക്ക് തന്നെ കഴിക്കും പറയാലോ. അതെ. ഇപ്പൊ ഇതിലിപ്പോ കോൺഫ്ലവർ അവള് പറഞ്ഞിട്ടില്ല. അത് എന്റെ ഇഷ്ടത്തിന് ചേർക്കുന്നതാണ്. ഈ ചക്കക്കാലം, ചക്ക പഴുക്കണ സമയം, മാമ്പഴക്കാലം ഒക്കെ വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഇവിടെ മൊത്തത്തിൽ ഈച്ചകള് വരുന്ന സമയമാണ് കേരളത്തിൽ. നമ്മുടെ വീട്ടിലും അതെ ഈച്ചകളുണ്ട് ഇപ്പൊ. അപ്പൊ ഇങ്ങനെ ഈച്ചകള് പറക്കണൊക്കെ കാണട്ടോ ഒന്ന് തോന്നിരിക്കും. അപ്പൊ ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് ഉപ്പും മഞ്ഞളും തേച്ച് പരത്തി വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് സബോള 1 കപ്പ് ഉണ്ട്. അത് പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, വേപ്പില സാധനങ്ങളെ വേണ്ട. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അരക്കണം. ഇതൊക്കെ അരക്കണം. പിന്നെ കുരുമുളക് പൊടി നമുക്ക് ഒരു ടീസ്പൂൺ എരിവിനനുസരിച്ച് നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇല്ല. അരക്കുമ്പോ ഇതൊക്കെ ചേർക്കണം. അതൊക്കെ ചേർക്കാം. അതുപോലെ നമുക്ക് ഇത്ര വേപ്പിലയും ചേർക്കാം കേട്ടാ. എന്നിട്ട് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നല്ല കുഴമ്പ് പോലെ തന്നെ അടിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ഇതിലിട്ടിട്ടുണ്ട്. അതിലിട്ടിട്ടുണ്ട്. വേണ്ടു. ഇത്ര മതിയാവും അല്ലേ? വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാലോ. അത്ര വേണമെന്നില്ല. ഇത് മതി. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരാം. ഓക്കെ, അത് കണ്ടാ. എന്നിട്ട് ഇത്രേ ഐറ്റംസ് എല്ലാം അരക്കണം. വെള്ളം ചേർത്തിട്ട് അരക്കുക? ഇല്ല, ഇതിന്റെ വെള്ളം ഉണ്ടാവും. എന്നിട്ട് അതിന്റെ വെള്ളം വെച്ചാൽ നമുക്ക് കോൺഫ്ലോർ ചേർക്കാം കേട്ടോ. വെള്ളം തീരെ ചേർക്കേണ്ടി വരില്ല. കാരണം പിന്നെ നമുക്ക് ഇത് നുള്ളിട്ടിട്ട് എന്തായാലും ഇതുവരെ കാണാത്തൊരു സാധനമാണ് ഇങ്ങനെ ഈ പച്ചച്ചെമ്മീൻ അരച്ചിട്ടുള്ളത് അല്ലേ? ചെമ്മീൻ അരക്കൂല, ഇത് അരക്കുള്ളൂ. ഞാൻ അതാണ് ഞാൻ ആലോചിച്ച് നിക്കണത്. ഇതരക്കോ ഇതാണ് അരക്കാൻ പോകുന്നത്. ഇതിൽ മിക്സിയിൽ ഇട്ടിട്ട് ഓരോന്നും ഇങ്ങനെ നുള്ളി ഇടും. ചിലർക്ക് ഇപ്പൊ വട വേണം ആവശ്യമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ ഇത് അരച്ചിട്ട് വരാട്ടാ. അപ്പൊ ഇത് അരച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെയും പറയാ. എന്റെ ഇത്ര നേരം എന്റെ വിചാരം ചെമ്മീൻ അരക്കണമെന്നാ. അതാണ് ഇതൊരു വെറൈറ്റി സാധനമാണല്ലോ. അപ്പൊ നമ്മൾ അരച്ചു കൊണ്ടുവന്നു. ഈ അരപ്പിലേക്ക് കോൺഫ്ലോർ കോൺഫ്ലോർ ഇട്. കാരണം ഇത് നുള്ളിടാൻ പാകത്തിന് ഇങ്ങനെ കേട്ടാ. മതിയാവോ? മിക്സ് ചെയ്യാം. കോൺഫ്ലോർ തന്നെയാണ് ഉള്ളൂ അല്ലേ? വേറെ അരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മൈദിട്ടാലും കുഴപ്പമൊന്നുമില്ല. ചേച്ചി പിന്നെ വേറെ എന്തൊക്കെ ചേർത്ത്? ഓട്സാ അങ്ങനെ എന്തൊക്കെയാ ചേർത്ത്? വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം. ഇതിനൊരു കോട്ടിങ് കിട്ടണം അല്ലേ ചെമ്മീന്? ഇനിയും ചേർക്കുന്നുണ്ട്. ഇതിപ്പോ എത്ര സ്പൂണ് മൊത്തം ഇട്ടാവോ? ഞാൻ എണ്ണയില്ല.
കോൺഫ്ലോർ ഇടുന്നതോറും ഇതിലത്തെ വെള്ളം നനവ് കൂടി കൂടി വരുന്ന പോലെ. നേരെ ഉപ്പ് കൊണ്ട് നോക്ക്. ആ ഉപ്പ് മതിയാവോ? അപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം അല്ലേ? എടുക്കാം. ആ അപ്പൊ ഇതിലേക്ക് നമ്മള് അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. ഇതിലേക്ക് ഇട്ടോ. ഈ മിക്സ് നമ്മൾ ചെമ്മീനിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം വെച്ചിട്ട് നമുക്ക് ഇനി ഇത് ഇപ്പോൾ വടേര ഭാഗത്തിനാകുമ്പോൾ ഇത് ഭയങ്കര ലൂസാണ്. അപ്പോൾ നമുക്കിത് നുള്ളിയിട്ടിട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ ചോറിലേക്ക് വെറുതെ അത് കുഴപ്പമില്ല. ഇതാരോ നോക്കും ചിരിച്ചിട്ട് പോണ്ട്. അത് ഞങ്ങളുടെ ബായി. അതെ ബായി ബഹനല്ല അത്. ബായിന്ന് അനിതാ ബായിന്ന് അവളെ പേര് ബായിന്ന് വിളിക്കും. ബഹൻ തന്നെ രവി ബായിയുടെ വൈഫ്. നമുക്ക് സ്റ്റൗ മിക്സ് ചെയ്ത് വെക്കൊന്നും വേണ്ട. ഇതിപ്പോ വേണമെങ്കിൽ ചെമ്മീൻ വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടാ. അങ്ങനെ ചേട്ടാ ഈ ചെമ്മീൻ വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാന്ന്. അങ്ങനെ ചെമ്മിയൊക്കെ വേണം. കൂടും തോന്നുന്നു. കൂടലൊക്കെ കണക്കന്നെ. അപ്പൊ ഇങ്ങനെ മതി. ഇങ്ങനെയൊക്കെ തന്നെ ചേരന്റെ ചേരുവകളൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാം ടേസ്റ്റ് തന്നെയാണ്. അതെ ചേരേണ്ടതേ ചേരാവൂ. അതെ അതെ. പ്രത്യേകിച്ച് നന്നാവില്ല. മുളക് അതിൻ്റെ ഇത് ശരിയാവണം. അല്ലെങ്കിൽ ഉപ്പ് ഇല്ലാണ്ടായാലും ബുദ്ധിമുട്ട്, കൂടിപ്പോയാലും ബുദ്ധിമുട്ട് അല്ലേ? അങ്ങനെയാണ് ഇതിൻ്റെ പണിയല്ലേ? കത്തണത് അറിയുന്നില്ല. കുറച്ചുകൂടി വെക്കേ. ഞാനിത് മേടിച്ചിട്ടാ ചെയ്യുന്നത്. അത് ഓണാക്കിയിട്ടില്ലേ? അപ്പോൾ ആദ്യത്തെ ഒരു ഗ്യാസ് ഉണ്ടാവുമല്ലോ അതിനകത്ത് അടുപ്പ് കത്തിച്ച് പാത്രം അടുപ്പത്ത് വെച്ചു. പാത്രം നല്ലോണം ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പാത്രം ചൂടായി അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടാ. ഇഷ്ടമുള്ളതിൽ ചെയ്യാൻ തോന്നുന്നില്ല. സൺഫ്ലവർ ഓയില ചെയ്യാം ഞങ്ങൾ. പിന്നെ ഇതന്നെ പറ്റുള്ളൂ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാറുള്ളൂ അല്ലേ? എല്ലാം അതേ പറ്റുള്ളൂ. കരി ചെയ്താ കൈമ അത് കരി തന്നെയാണ്. അത് അടുപ്പിൻ്റെ അവിടെ നിന്നാണ്. ചേച്ചി വിറകടുപ്പ് കത്തിച്ചിട്ട് ഇപ്പോൾ അരിയൊക്കെ വെക്കാം അല്ലേ? ഇതിലേ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടാ. ക്രിസ്പിനെസ്സും കിട്ടും അല്ലേ? മതിയാവും. കോൺഫ്ലോർ ആകുമ്പോൾ ഇത്തിരി പിന്നെ വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കും. ഇത്തിരി കൂടെ മതിയാവും. കൈ കൊണ്ടാക്കിക്കോ. ചിലപ്പോൾ ഇത്തിരി ഉപ്പ് ചേർക്കേണ്ടി വരുന്നു കൊണ്ട് കേട്ടാ. ഉപ്പ് കൂടിപ്പോയാൽ തന്നെ ഞാൻ നിന്നെ പറയും. അത് തന്നെ പറഞ്ഞാൽ മതി. അവള് കിട്ടെന്ന് പറയും ഞാൻ. ഇനിയോ ഇനി വേണോ? ഞങ്ങൾക്ക് എടുത്തീ അരിപ്പൊടി എടുക്കാനായിട്ട്. അരിപ്പൊടിയുടെ കാര്യം പെട്ടത് മറന്നേ. അപ്പം അത് കാരണം പിന്നെ അരിപ്പൊടി ചേച്ചി എടുക്കാം. ഇപ്പം ഞാൻ തീ കെടുത്തി. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിങ്ങനെ ഓരോന്ന് പറക്കി ഇടാം. ഇതിപ്പോൾ ദരിദ്ര ചേച്ചിയുടെ കൂട്ടുകാരി സുലേഖയുടെ സ്വന്തം റെസിപ്പിയാണ് അല്ലേ? അവള് പല റെസിപ്പികൾ. ആളുടെ വീട് എവിടെയാ? അവളിവിടെ കൈപ്പാങ്ങല കൊപ്രക്കള. ഇവിടെ നിന്ന് ഇപ്പോൾ 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അവളാണ് ആ പരിപാടിയുടെ കോർഡിനേറ്ററൊക്കെ. നാളെ പാചകത്തിന്റെ അത് ആരെങ്കിലും വ്യാഴാഴ്ച ദിവസം പാചകം, ചൊവ്വ പാചകം, ബുധൻ ക്വിസ്, വ്യാഴം ഓർമ്മച്ചെപ്പ്. നമ്മുടെ ഏതെങ്കിലും ഓർമ്മകൾ പറയാം. അതാണ് ചേച്ചി പറഞ്ഞ എഴുതിയത് എനിക്ക് അയച്ചു തരാറുള്ളത് അല്ലേ? നന്നായി എഴുതൂട്ട് ചേച്ചി. നല്ല പിന്നെ ബാല്യകാല ഓർമ്മകളൊക്കെ. വെള്ളിയാഴ്ച അനുപല്ലവി, ശനിയാഴ്ച അനുപല്ലവി എന്ന് പറയുന്നത് പാട്ട് പാടണം. അനുപല്ലവി ഇപ്പൊ ഈ ആഴ്ച ഞാനാണ് അവതരിപ്പിച്ചത്. ഒരു പാട്ടിന്റെ അനുപല്ലവി ഞാൻ പാടും. അതിന്റെ പല്ലവി പങ്കെടുക്കുന്നവർ പാടണം. സമ്മാനമൊക്കെ ഉണ്ട് കേട്ടാ. വാർഷികമാകുമ്പോ എനിക്ക് ക്യാഷ് ഒക്കെ കിട്ടും. ഞങ്ങളുടെ തേനിലാവ് ഭയങ്കര നല്ല ഗ്രൂപ്പാ. പറയാനെന്താ, പഴയ അല്ലെങ്കിലും ഇത്തിരി ഇങ്ങനെ എൻ്റെ അമ്മയുടെ ഒക്കെ ഗ്രൂപ്പ് അതാ നല്ല ആക്റ്റീവാ. അതിനു വേണ്ടി ഞങ്ങളുടെ ഒക്കെ ഗ്രൂപ്പ് ഓണായി കഴിഞ്ഞാൽ ഹാപ്പി ഓണം വരും, വിഷു ആയ ഹാപ്പി വിഷു വരും. അങ്ങനെ മാത്രമുള്ള വേറെ ഒരു അനക്കൂല. സ്കൂൾ ഗ്രൂപ്പായാലും കോളേജ് ഗ്രൂപ്പായാലും ഒക്കെ. ഇപ്പം ഞങ്ങൾക്ക് കോളേജിൻ്റെ തന്നെ ഇപ്പോൾ ഡിഗ്രിയുടെ ഗ്രൂപ്പും ഉണ്ട്, പ്രീ ഡിഗ്രിയുടെ ഉണ്ട്. ഇതിനേക്കാളൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ളത് ഈ 10ാം ക്ലാസ് ഗ്രൂപ്പല്ലേ. കാരണം നമ്മൾ അത്രയും കാലമായില്ലേ അവിടെ നിന്ന് പോന്നിട്ട്. കൈ കഴുകിയിട്ട് ആദ്യമായിട്ട് ആയി തുടങ്ങി. ഞാൻ തീ കുറച്ചു. അതെയോ, വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇട്ടത് കണ്ട ആയി. പിന്നെ സെൻറ്ററിൽ നിന്ന് നീക്കി അരുത്തിക്ക് മാറ്റിയേക്കാം. ഇതെടുക്കാട്ടെ നമുക്ക്. കണ്ട ആദ്യം ഇട്ടതൊക്കെ ആയി. ഇവിടെ ഉണ്ടാവുന്നില്ലേ?
തീ കൂട്ടാൻ തോന്നുന്നു കുറച്ചല്ലേ? തീ ഭയങ്കരമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കുടിക്കൂ. കരിയണ്ടെന്ന് വെച്ചിട്ട് നീ വല്ലാണ്ട് വെയിറ്റ് കുറഞ്ഞ. ആര്? നീ വെയിറ്റ് കുറയേ? ഏയ് ഞാൻ ആ വെയിറ്റിൽ തന്നെ നിൽക്കണത് 50 കിലോ. അല്ല ഭയങ്കരമായിട്ട് വണ്ണ തോന്നണേ. അന്ന് ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ, ആ സമയം ഞാൻ ഒരു 48 കിലോനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കൂടിയേക്കാ. അതിനേക്കാൾ കുറഞ്ഞ പോലെ ഇപ്പൊ തോന്നും. ചിലപ്പോ ഡ്രസ്സിന്റെ ഇതൊക്കെ അതാവും. എനിക്ക് ചേച്ചി ശരണ്യൊക്കെ വണ്ണം കുറഞ്ഞ പോലെ തോന്നണം അന്ന് കണ്ടതിനേക്കാൾ. നേരാണ് വണ്ണം കുറയിന്. മഴ പോയില്ലേ, ഒന്ന് തൂളി ചെറുതായിട്ടും തൂളി. പിന്നെ ഇവിടെ ആകാശല്ലേ. ഞാനും അത് വിമാനം പോയിട്ടെങ്കിൽ അപ്പ ചാടി ടാറ്റ കൊടുക്കില്ലേ? ഈ വീഡിയോയില് ഒരു പാട്ട് വന്നല്ലോ, ഞാൻ അടുത്ത വീഡിയോയിൽ പാടിക്കോട്ടെ. എന്നാ പാടണ ഇത് എടുക്കാറുണ്ട്. കുറച്ചാ അപ്പൊ ഇനി ഇതെടുക്കാ തോന്നടി. അടുത്തോ എനിക്ക് ഇടണല്ലേ? ഇതായി ഇട്ടാ അത് എടുക്കാപ്പോ. അതുകൊണ്ട് പറയാൻ പറ്റില്ലേ, ഭംഗിയില് കാണാൻ ഉണ്ടാവും. പിന്നെ കോൺഫ്ലോർ ഒന്നും സുലു പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കണം. അതെ, ഞാൻ ഏത് റെസിപ്പിയിലും എൻ്റെ ഒരു ഇത് ചേർക്കും. എന്നിട്ടാണ് ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ അടുത്ത സ്റ്റെപ്പ് ഇടണു കേട്ടാ. ഇത് എരു തകർക്കുവോ സരിതേ? അല്ല, കുരുമുളകും പച്ചമുളകും അല്ലേ ഉള്ളോ? എരിവ് വേണല്ലോ. വേണം. മഴയുടെ അന്തരീക്ഷം പോയിട്ട് വെയിലായിട്ടാ ചൂടായി ചൂട്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു പാട്ട് പാടിക്ക്. വെറുതെ പാട്ട് പഠിക്കാൻ പോയിട്ടാ? ഏയ് നമ്മുടെ കാലത്തൊക്കെ ആര് പാട്ട് പഠിക്കുന്നുണ്ട്? അല്ല പണ്ടെന്നൊക്കെ പറയുന്നതേ, അല്ല നമ്മുടെ വീട്ടിലൊരു റേഡിയോ പോലും അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ കടയിലൊക്കെ പോലും നമ്മള് കടയിലൊരു റേഡിയോ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പാട്ട് കേൾക്കുമ്പോ എന്ത് ചെയ്യുന്ന സാധനം കിട്ടിയാലും ഞാൻ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ, ചെറിയ കുട്ടീനെ 1-ലൊക്കെ 2-ലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വെച്ചാൽ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പോരുള്ളൂ. അന്നൊക്കെ അല്ല, അന്നൊക്കെ പറഞ്ഞ കുട്ടിക്ക് അങ്ങനെ ഒരു വാസന ഉണ്ട് എന്നുള്ളതൊന്നും ഇപ്പൊ വീട്ടുകാർക്കും നല്ല. എന്റെ അച്ഛൻ പറയും ഇങ്ങനെ പാട്ടൊക്കെ ഞാൻ പാടുമല്ലോ, നല്ല സ്വരാണ് ടീക്കിടാവിന്റെ അത്ര പാടുണ്ട്. അല്ല ഇന്നത്തെ കാലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും കുട്ടികൾക്ക് വാസന ഉണ്ടോന്നും കൂടെ നോക്കൂല, ഓടിക്കൊണ്ടുപോയി ആഗ്രഹത്തിന് അതന്നെ ഡാൻസിനും ചേർത്തു പാട്ടിനും ഇല്ല, ഇതിന് കൊണ്ടൂല. ഒരു പ്രാവശ്യം കൂടെ വേണ്ടി. അമ്മയും മഴക്കാർ നോക്കിയടി. ഒരു പാട്ട് പാടിക്കോ ചേച്ചി? ഒരു പാട്ട് കൂടി പാടിക്കോ? ഓഹ് എന്റെ ദൈവമേ, താങ്ങൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നിന്ന് പാടാൻ പറ്റൂല്ലേ? പാടിക്കോ. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. മണ്ണിൽ വീണുടയുന്ന തേൻകുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു. കണ്ണുനീരെന്നും വിളിച്ചു. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. തങ്കത്തിൻ നിറമുള്ള മായാമരീചിയെ സങ്കൽപ്പമെന്നു വിളിച്ചു. തങ്കത്തിൻ നിറമുള്ള മായാമരീചിയെ സങ്കൽപ്പമെന്നു വിളിച്ചു. മുറിവേറ്റു കേഴുന്ന പാഴ്മുളം തണ്ടിനെ മുരളികയെന്നും വിളിച്ചു. മുരളികയെന്നും വിളിച്ചു. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. മണിമേഘ ബാഷ്പത്തിൽ ചാലിച്ച വർണ്ണത്തെ മാരിവില്ലെന്നു വിളിച്ചു. മണിമേഘ ബാഷ്പത്തിൽ ചാലിച്ച വർണ്ണത്തെ മാരിവില്ലെന്നു വിളിച്ചു.
മാനസമെന്നും വിളിച്ചു, മാനസമെന്നും വിളിച്ചു. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. മണ്ണിൽ വീണുടയുന്ന തേൻ കുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു, കണ്ണുനീരെന്നും വിളിച്ചു. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. അവിടുത്തെ കയ്യടികൾ പാട്ടുപാടി മഴ പെയ്ച്ചു. ഇതാണ് ശക്തിധരൻ എന്ന് പറഞ്ഞ ചേട്ടൻ. ശരണ്യോടി, ഇതാണ് ശക്തിധരൻ. ദരിദ്ര ചേച്ചിയുടെ സ്വന്തം ശക്തിധരൻ. ദരിദ്രയും ധരനും. അതെ, ഗൾഫിലായിരുന്നു, സൗദിയിലായിരുന്നു. അല്ല, സൗദി അല്ല, റാസൽ ഖൈമ. ഒരു വർഷമായി വന്നിട്ട്. റാസൽ ഖൈമ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇത് നമ്മുടെ വീട്ടിലാണെങ്കിലേ ഏകദേശം പകുതിയൊക്കെ കഴിഞ്ഞു. ഉള്ളതല്ലേ? അതപ്പോഴും സരിത പറയും, സരിത എപ്പോഴും പറയും, ആ ചേട്ടൻ അതിലേ പോയി ഇതിലേ വരുമ്പോഴേക്കും ഇത് കഴിയുന്നു. നോക്കിയിട്ടില്ല. അത് അതാ പറഞ്ഞ അവിടെയാണെങ്കിൽ ഇവിടെ ചേട്ടൻ മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യും. എടുക്കാറടി എടുക്കാല്ലേ? മഴ തോന്നുന്നു. നമ്മള് പുറത്ത് പാചകം ചെയ്യുമ്പോ ഒക്കെ കൊണ്ട് ഓടാറുണ്ട്. മഴ പെയ്യുമ്പോൾ കാണാറുണ്ട്. അടിപൊളി, അടിപൊളിയായി അല്ലേ? ചെമ്മീൻ ഇഷ്ടപ്പെടാത്തവര് പോലും കഴിക്കും. കഴിച്ചു നോക്കുന്നത്. ഇങ്ങനത്തെ ഒരു പൊടിക്കൈകൾ ഇങ്ങനെ ചേർക്കുക. കാരണം നമ്മൾ കിട്ടിയ റെസിപ്പി അല്ല, നമ്മുടെ ഇതുപോലെ കുറച്ചെന്തെങ്കിലും ഒക്കെ ഒന്ന് ചേർക്കുക. അപ്പൊ കൂടുതൽ നന്നാവും. ഇതൊരു 10 കിലോ ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നു. ഞാൻ തിന്നോളാം അല്ലേ? കഴിയും. ഓക്കേടാ. ഉപ്പ്, എരിവ് എല്ലാം പാകം. എല്ലാം പാകം. വറവും ഒക്കെ ആദ്യമായി ടേസ്റ്റ് ഇട്ടാ. പിന്നെ ചെമ്മീനാന്ന് പറയില്ലേ? അതല്ലേ? പിന്നെ ഇത് കുടിക്കാൻ കുറയ്ക്കരുതിട്ടാ. മുതലാവില്ലേ? എരിവ് വേണം. അതെ, അതിന് കുറച്ചുകൂടി എരിവ് വേണം. കുറച്ചും കൂടിയും എരിവ് ഇട്ടിട്ട് മറ്റേ കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് വറുത്ത് വരാം. അപ്പൊ കാണാനും നല്ല ഭംഗിയുണ്ടാവും, എരിവുണ്ടാവും. ഞങ്ങളേ ഇവിടുന്ന് അധികം വർത്തമാനം പറയണില്ല കേട്ടാ. ശരിക്കും 2-3 വീഡിയോകളും കുറെ പാട്ടുകളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം മുഴുവൻ ഇവിടെ ചെലവഴിക്കാൻ ചെയ്തിട്ടാ നമ്മൾ വന്നതൊക്കെയും. മഴ ഇന്ന് രാവിലെ തൊട്ട് മഴ. ഇഷ്ടപ്പെട്ടാ? ഓക്കെ. ജഗ്ഗു വരാത്തത് ജഗ്ഗു ക്ലാസ്സിന് പോയ കാരണാട്ടാ. ക്യാമറ ഫിലിമോഗ്രഫി പഠിക്കാൻ പോകണ്ടല്ലോ, അപ്പൊ അതിന്റെ ക്ലാസ്സിന് പോയി അവൻ. അതെ, മഴയിന് ഞങ്ങളിനി പോവും. പാടി ഇഷ്ടപ്പെട്ടു. ദരിദ്ര ചേച്ചി ഉണ്ടാക്കിയ തന്ന ഈ സാധനം അടിപൊളിയാണ്. എല്ലാവരും ചെയ്ത് നോക്കിയോളൂ, അടിപൊളിയാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചെമ്മീൻ അലർജി ഉള്ളവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് പറ്റില്ല. അതില്ല, അത് ചില ഷെല്ല് ഇപ്പൊ ഞണ്ടിന് പറ്റൂല, ചിലർക്ക് കക്ക അതൊക്കെ ഷെല്ല്. അത് മതിയടി പോരാ. ദരിദ്ര ചേച്ചിയുടെ മകനുണ്ട് ശാരംഗും പാട്ട് പാടൂട്ടാ. അപ്പൊ ആളിത് ഇവിടെ ഇരിക്കേണ്ട ആളെ കൊണ്ട് നമുക്കൊരു പാട്ട് പാടിക്കാം. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും, എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. നീലക്കുയിലേ നിൻ പാടത്തിൻ തോപ്പിൽ നിന്നെ മറന്നു കളിച്ചോരു കാലം, നക്ഷത്ര കണ്ണുള്ള മാണിക്യ പൈങ്കിളി മേലോട്ടു നിന്നെ വിളിച്ചോരു കാലം. എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ,
എങ്ങനെ നീ മറക്കും, എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. പാടം പച്ചച്ച പാവാടയിട്ടപ്പോ പാവം നീ എത്ര മേലോട്ടു പൊങ്ങി. പാടം പച്ചച്ച പാവാടയിട്ടപ്പോ പാവം നീ എത്ര മേലോട്ടു പൊങ്ങി. എന്തൊരു ദാഹം, എന്തൊരു മോഹം, എന്തൊരു തീരാത്ത ദാഹം. എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും, എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. പാട്ട് പാടിയപ്പോൾ ആള് കുറച്ച് നെർവസായി, കുറച്ച് ടെൻഷൻ വന്നു. അപ്പൊ ആ ടെൻഷൻ മാറ്റാനായിട്ട് ആളൊരു മിമിക്രി അവതരിപ്പിക്കാന്ന്. അപ്പൊ ഇത് ഒരു ഇൻട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈറ്റാനിക് സിനിമ ഉണ്ടല്ലോ, അത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ അതിലത്തെ ജാക്കും റോസുമായിട്ട് ബീരാനിക്കയും നമ്മുടെ ആമിന്റെ താത്തയെ അഭിനയിച്ച എങ്ങനെ ഇരിക്കും നോക്കാം. ഏലസ് കാണുമ്പോ ഇത്താക്ക് പഴയതൊക്കെ ഓർമ്മ വരുന്നുണ്ട് പുള്ളേ. 1211 പഞ്ഞമാസം 14 കൊച്ചിയിലെ കോട്ടയത്തി നാർന്നോനെ കപ്പല് പുറപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങള് പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് മുമ്പോട്ട് നീങ്ങി. ഏതാണ്ട് ഒരു വലിയ പെരുന്നാളിന്റെ പ്രതീതിയാർന്ന് പുള്ളേ. നിങ്ങളുടെ കൂടെ ഒരു മുറച്ചെറുക്കനുണ്ടായിരുന്നു പറഞ്ഞല്ലോ, വൺ മിസ്റ്റർ ഹൈദ്രോസ്. അവനാളെങ്ങനെയായിരുന്നു? വൃത്തികെട്ടവൻ. അവനെ പോലൊരു ബെടക്ക് ഈ ദുനിയാവിലുണ്ടാവൂല. ആമന, നിങ്ങൾ കയറി മുകളിലേക്ക് പോവാം. നിങ്ങൾ കൈ പിടിക്കണതേ, ഞാൻ കേറിയാതേ. ആമനോട് നിക്കാൻ ഉറപ്പിച്ചേ. ഞമ്മക്കിരിക്കാൻ വേണ്ട പറഞ്ഞേ. അഭ്യാസങ്ങൾ കുത്തിക്കൊണ്ടെടുത്തളയും. അല്ലാടി പെണ്ണെ, നീ എങ്ങടെ ഓടണേ? ചാകാൻ പോണേ, എങ്ങോട്ട് ജീവിക്കണ്ട. പടച്ചൊടി താഴെ ആരെ കപ്പലിൽ മുളി ചാടി ചാവുമ്പോഴത് പടച്ചൊടി ചാടി ചത്തുപോകും. ഞാൻ ചെന്നതൊക്കെ നഷ്ടം. നീ ചാടി നമ്മൾ ചാടും. അതിനാ എനിക്കിനോട് ഐ ലവ് യു. എന്നെ നീ കാർപ്പിച്ചേ. എന്തായാലും ഐ ലവ് എന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് കയറി വരെ. ഇങ്ങോട്ട് എന്റെ കൈ പിടിച്ചോളെ. ഇങ്ങനെ കയറി. അല്ല, കൈ മുറുക്കെ പിടിച്ചോ. തെന്ത് കനം പണ്ടൊക്കെ കയറി വിടണേ. വെള്ളത്തിലോട്ടില്ലാട്ടാ. ഇങ്ങോട്ട് കയറാൻ. അല്ല, രക്ഷപ്പെട്ട് പുള്ളേ. തണുത്ത സ്നേഹിച്ച പോലെ, ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ച പോലെ, അല്ല കൃഷ്ണൻ രാധയെ സ്നേഹിച്ച പോലെ ഞാൻ അന്നെ സ്നേഹിക്കുന്നു. ഈ സ്കൂളിൽ ഓടിക്കുമ്പോൾ ഞാൻ ഖാദറിനെ സ്നേഹിച്ച പോലെ, ട്യൂഷൻ പോയപ്പോൾ നാസറിനെ സ്നേഹിച്ച പോലെ, ടൈപ്പിന് പോയപ്പോൾ സത്താറിനെ സ്നേഹിച്ച പോലെ ഞാൻ ഈ കാര്യം പ്രേമിക്കുന്നു. പടച്ചോനെ.